ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ മലയാളത്തിലാണ് കേട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ അടുത്ത ശനിയാഴ്ച തുളസി വിവാഹമാണ്. കഴിഞ്ഞ വട്ടം ഞാൻ അതിൻ്റെ വിവാഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തുളസിജീനെ വിവാഹം കഴിക്കാനായിട്ടേ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ സാളഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഗ്രഹമാണ് വെക്കേണ്ടത് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവലിംഗം പോലത്തെ കറുത്തിട്ടുള്ളത്. ഞാനിവിടെ അതേ നർമ്മദാ നദി ഉണങ്ങി വറ്റുക കിടക്കുന്നുണ്ട്. അതിലാണ് കിടന്ന് നടക്കേണ്ടത്. കുറച്ചൊരു വെള്ളം അവിടെ ഉള്ളു. പിന്നെ അതിൻ്റെ ഒരു ഡാം പിന്നിൽ കാണണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാളഗ്രാമം തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണേൽ നല്ലത്. ഞങ്ങൾ ഇവിടെ ജുനാഗഡിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ബാബി പറഞ്ഞു, ഞാൻ സോംനാഥ് ടെമ്പിളിൽ വെച്ചിട്ട് ഇങ്ങനെ കറുത്ത ഇത് എന്താ പറയുക, നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഇത് പറയും സാളഗ്രാമം എന്ന്, നമ്മുടെ ശിവഭഗവാന്റെ വിഗ്രഹം പോലത്തേത്. അപ്പോൾ ഞാൻ ഒരെണ്ണം എനിക്ക് വാങ്ങാൻ വേണ്ടി ചോദിച്ചു. ഒരു ശംഖ് വാങ്ങിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം ഇത് വാങ്ങാൻ വേണ്ടി ചോദിച്ചപ്പോൾ ബാബി പറഞ്ഞു, നമ്മൾ നദിയിൽ പോയി തപ്പിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നർമ്മദയിൽ കുറേ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ കല്ലുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പറക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കിട്ടിയിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഒട്ടും വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളമില്ല. കുറച്ചുള്ള ഇവിടെ കണ്ട പിന്നിലിങ്ങനെ ഡാം കാണുന്നുണ്ട്. വേറെ ചെക്കന്മാരൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട്. ചേട്ടൻ നോക്ക്, ഇത് അവിടെ ദൂരത്ത് എത്തിയിട്ടാ. പറഞ്ഞ പോലെ നല്ല ഇങ്ങനെ ഉരുണ്ട കല്ലുകളൊക്കെ കാണുന്നുണ്ട്. കറുത്തതാണോ എന്തോട്ടാണോ എന്ന് അറിയില്ല. ഒരെണ്ണയിൽ മുന്നേ കിട്ടിയതാണ് എനിക്ക്. വേറെ ആൾക്കാർ വന്നിട്ട് അവിടെ മണ്ണൊക്കെ മാന്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ കല്ലുകൾ കാണുന്നുണ്ട്. അതിന് കറുത്ത നല്ല ഉരുണ്ട കല്ല് വേണമെന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം നമുക്കെല്ലാവർക്കും. കിട്ടിയില്ലെങ്കിൽ ഇവർ രണ്ടാളെ വെച്ച് ഇതിലേതെങ്കിലും ഒരാളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ വെള്ളം ഒഴുക്കിലേ പറയാ, അത് തട്ടിയിട്ടാന്നുകൊണ്ട് ഈ കല്ലുകളൊക്കെ നല്ല ഊറിൻ്റെ ഷേപ്പൊക്കെ ആവണമെന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, നർമ്മദാനദിയുടെ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളമുള്ളതാണ് കാണുന്നത്. നദി നോക്കി വിശാലമായ ഇത് വേറൊരു പാലം കാണണ്ട. അകലെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾക്ക്. കണ്ട നോക്കിയേ, ഇതൊക്കെയാണ് ഇതേ ഡാം. നമ്മുടെ നാട്ടിലെ ഡാം പോലെ നല്ല ഷട്ടറൊക്കെ ഉണ്ട്. നാഗേഷ് ഏട്ടൻ്റെ അവിടെ എത്തി ദൂരെ. അവരെന്തോട്ടൊക്കെ തപ്പി നടക്കുന്നുണ്ട്, വേറെ പിള്ളേഴ്സ്. ഏകദേശം നദിയുടെ മധ്യഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. കല്ലുകൾ കുറേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി കല്ല് കിട്ടിയിട്ടാ. കണ്ട നല്ല ഉരുണ്ട കല്ലല്ലേ. ഇതിന് തുളസിക്ക് വിവാഹം കഴിച്ച് നമ്മൾ തുളസിജിയുടെ കൂടെ വെച്ച് കൊടുക്കും.